സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വിജയ് മുഖ്യമന്ത്രി കസേരയിൽ. തമിഴ്നാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വരികയാണ്. ഇന്ന് രാവിലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അധികാരം ഏറ്റെടുത്തത്. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിന് പിന്നിൽ ഗവൺമെന്റ് ഓഫ് തമിഴ്നാടു എന്ന ബോർഡ് കാണാം. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. വിജയ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തമിഴക രാഷ്ട്രീയത്തിൽ ഒരു വിപ്ലവം, തമിഴിൽ പുരട്ചി സാധ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വിജയുടെ രാഷ്ട്രീയ വിജയം. അദ്ദേഹം ആ സീറ്റിലിരുന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അധികാരം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒപ്പുവെക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. പാർട്ടി പ്രവർത്തകർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരെയും നമുക്ക് അവിടെ കാണാൻ കഴിയും. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അഭിജിത്ത്, മുഖ്യമന്ത്രി കസേരയിൽ വിജയ്. അതേ മാധു, ചരിത്ര നിമിഷമാണ്, ചരിത്ര മുഹൂർത്തമാണ് കടന്നുപോയിരിക്കുന്നത്. ഇനി തമിഴ്നാട്ടിന്റെ തലൈവനായി ജോസഫ് വിജയ് വരും എന്നുള്ളത് തന്നെയാണ്. വലിയ ആഘോഷം, വലിയ ആരവമായിരുന്നു ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ, ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആകെ മുഴങ്ങിക്കേട്ടത്. ജോസഫ് വിജയ് ഞാൻ എന്ന സത്യവാചകം ചൊല്ലിത്തുടങ്ങുമ്പോൾ തന്നെ വലിയ കരഘോഷത്തോടെ, ആർപ്പ് വിളികളോടെ ഈ ടി.വി.കെ ആരാധകർ അത് സ്വീകരിക്കുന്നത്, അത് ഏറ്റെടുക്കുന്നത്, അത് കൊണ്ടാടുന്നത് നമ്മൾ കണ്ടു. ഇനി അങ്ങോട്ട് വിജയുടെ കീഴിലാണ് തമിഴ്നാട്. 59 വർഷം നീണ്ടുനിന്ന ദ്രവീഡിയ രാഷ്ട്രീയത്തിനൊടുവിൽ തമിഴക വെട്രിക്കഴകം എന്ന 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയുടെ അധ്യക്ഷനായ വിജയ്, അങ്ങനെ ഇവർ ഈ തമിഴ്നാടിനെ ഭരിക്കുന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. 9 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി എന്നുള്ളതാണ്. ദൈവനാമത്തിലായിരുന്നു വിജയുടെ സത്യപ്രതിജ്ഞ. അതിനുശേഷം വിജയ് നടത്തിയ ഓരോ വാക്കുകളിലുമുണ്ട്. ആ ഓരോ വാക്കുകളും മുൻപ് ഇവിടെ ഭരിച്ചവരുടെ മുഖത്ത് കൊടുക്കുന്ന കനത്തൊരടി കൂടിയായിരുന്നു. അങ്ങനെ ഒരു പുതുയുഗം ഇവിടെ പിറക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അങ്ങനെ ഒരു ആവേശം, ഒരു സിനിമ സ്റ്റൈലിലുള്ള ഒരു പ്രഖ്യാപനം, ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനത്തിലൂടെ കൂടി തന്നെയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇപ്പോൾ ഇവിടെ പൂർത്തിയാവുകയും ചെയ്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് തമിഴ്നാടിനെ വിജയ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മെയ് 13-നകം നിയമസഭയിൽ കൂടി ഈ കേവല ഭൂരിപക്ഷം വിജയ് തെളിയിക്കേണ്ടതുണ്ട്. ആ ഒരു കടമ്പ കൂടി കടന്നു കഴിഞ്ഞാൽ എല്ലാം സുരക്ഷിതമാണ്. ഇനി ഒരു 6 മാസക്കാലത്തേക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ടി.വി.കെ നയിക്കുന്ന സർക്കാരിനുണ്ടാക്കില്ല എന്ന് നേരത്തെ തന്നെ M.K. സ്റ്റാലിൻ ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ്. വലിയ അനിശ്ചിതത്വം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് പിന്നാലെ ഉണ്ടായിരുന്നു. കേവല ഭൂരിപക്ഷം ലഭിച്ചു എങ്കിൽ കൂടി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി എങ്കിൽ കൂടി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള ആ മാജിക് നമ്പർ 118 എന്ന നമ്പർ തമിഴക വെട്രിക്കഴകത്തിനുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഉടൻ തന്നെ കോൺഗ്രസിന്റെ പിന്തുണ ലഭിക്കുന്നു. അങ്ങനെ ഈ ഭൂരിപക്ഷം എന്നുള്ളത് 115-ലേക്ക് എത്തുന്നു, 112-ലേക്ക് എത്തുന്നു. പിന്നീട് വീണ്ടും അനിശ്ചിതത്വം. അങ്ങനെയാണ് CPM-ഉം CPI-യും ഒക്കെ വിജയ്ക്ക് കൈ കോർക്കുന്നത്. പക്ഷേ എന്നാലും അവിടെ ബാക്കിയായിരുന്നു. അങ്ങനെ ഒരുപാട് നീണ്ട സസ്പെൻസുകൾ. അതിനൊടുവിൽ ഇന്നലെ VCK-യുടെ പിന്തുണ കൂടി ലഭിച്ചതോടുകൂടിയാണ് കേവല ഭൂരിപക്ഷം എന്ന നമ്പറിലേക്ക് വിജയ്ക്ക് എത്താൻ കഴിഞ്ഞത്. പിന്നീട് മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ 120 എന്ന ഒരു സുരക്ഷിതമായ നമ്പറിലേക്ക് ടി.വി.കെക്ക് വിജയ്ക്ക് എത്താൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഇന്നിപ്പോൾ രാവിലെ 10 മണിയോടുകൂടി ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കൂടി നടന്നിരിക്കുന്നത്. വിജയ് ആദ്യം ഒപ്പിട്ട പേപ്പർ ഉത്തരവ് എന്നുള്ളതും പ്രധാനമാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു സ്ത്രീ സുരക്ഷയ്ക്കായി ഒരു സ്ക്വാഡ് രൂപീകരിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ വിജയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊന്നായിരുന്നു. അതൊന്നിത് ആദ്യമായി അതിലൊപ്പിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം, അതിനായി ഒരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് വിജയ് ഉറപ്പ് നൽകിയതാണ്. അതുകൂടി ഇതിന്റെ ഭാഗമായി വരുന്നു. കൂടാതെ ഇലക്ട്രിസിറ്റി, അങ്ങനെ വലിയ വാഗ്ദാനങ്ങൾ വിജയ് ആദ്യം നടത്തിയതാണ്. അതിന്റെ ഒരു ആദ്യ സ്റ്റെപ്പ് ഏതായാലും ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ തമിഴക രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ, അതിനെ എങ്ങനെ വിജയ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. സെങ്കോട്ടയ്യൻ എന്ന അനുഭവ സമ്പത്തുള്ള ഒരു മന്ത്രി വിജയുടെ മന്ത്രിസഭയിലുണ്ട്. AIDMK-യിൽ നിന്ന് പുറത്തായതാണ്.